കാര്യം തിരക്കിയപ്പോൾ ആണ്ട് ഏഴാറ്റുമുഖം ഗണപതി റോഡിന് സൈഡിൽ നിൽക്കുന്നു. മഴയൊക്കെ നനഞ്ഞ് അവൻ്റെ ഒരു നിൽപ്പ് കണ്ടോ. അങ്ങനെ നമ്മളിതാ ഐബിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റായി. രാവിലെ ചെറിയൊരു സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഐബിയിൽ വന്നേ. നല്ല രീതിയിൽ നിശ്ചയം കേട്ടോ. മഴയുള്ള സമയത്ത് വാൽപ്പാറ ചെന്നാൽ എന്താവും അവസ്ഥയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വാൽപ്പാറയിലെ മെയിൻ സ്ഥലങ്ങളിലൊന്നും കവർ ചെയ്യുന്നില്ല. പക്ഷേ ഉള്ള സമയം കൊണ്ട് നമ്മൾ വാൽപ്പാറയിൽ കൂടെ കാണുന്ന ചെറിയ ഇടവഴികളിലൂടെയൊക്കെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തേയിലത്തോട്ടത്തിൽ മ്ലാവുകൾ നിൽക്കുന്നത് എൻ്റെ പൊന്നെ തൊട്ടടുത്ത് യാത്രകളെന്നും അതിമനോഹരമാണ്, പ്രത്യേകിച്ച് മഴക്കാല യാത്രകൾ. മഴയും മഞ്ഞും പച്ചപ്പുമെല്ലാം ചേർന്ന് ഒരു നാടിനെ അതിൻ്റെ എക്സ്ട്രീം ഭംഗിയിലേക്ക് എത്തിക്കുന്ന കാഴ്ച കാണണമെങ്കിൽ ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലേക്കൊരു യാത്ര പോകും, അതും മഴക്കാലത്ത്. വാണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏഴാറ്റുമുഖം വഴിയുള്ള യാത്ര ഇന്നും ആനകളെ പ്രതീക്ഷിച്ച് തന്നെയാണ്. കഴിഞ്ഞ വാൽപ്പാറ ട്രിപ്പിലും ഇവിടെ നിന്ന് നമുക്ക് ഒരു കൂട്ടം ആനക്കൊമ്പന്മാരെ കിട്ടിയിരുന്നു കേട്ടോ. ഈ തവണ എന്താ ഒരു കൊമ്പൻ ഇവിടെയുണ്ട്. നല്ല ദൂരത്തിലാണ്, പന മറിച്ചിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ ആൾ. എന്താണേലും അധികം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല, കാര്യം പുള്ളി നല്ല ദൂരത്തിലാണ്. ഒപ്പം തന്നെ നമ്മളിന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം സമയം ഏകദേശം 5 മണിയോട് അടുത്തിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഗേറ്റ് കിടക്കണം. അങ്ങനെ തത്രപ്പെട്ട് പോകുമ്പോഴത്തേനാണ് ഇതാ ഇവിടെ ചെറിയൊരു ആൾക്കൂട്ടവും വാഹനത്തിരക്കും ഒക്കെ കണ്ടത്. കാര്യം തിരക്കിയപ്പോൾ ആണ്ട് ഏഴാറ്റുമുഖം ഗണപതി റോഡിന് സൈഡിൽ നിൽക്കുന്നു. മഴയൊക്കെ നനഞ്ഞ് അവൻ്റെ ഒരു നിൽപ്പ് കണ്ടോ. ഗണപതിയെ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവനെ കാണാനിവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫോറസ്റ്റുകാരും ഉണ്ട് കേട്ടോ. അവൻ മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ ഇതൊന്നും കൂസാക്കാതെ നേരെ നടന്നു നീങ്ങുവാണ്. റോഡ് ക്രോസ് ചെയ്യാനുള്ള വരവാണ്. പക്ഷേ ആൾക്കൂട്ടം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ. വീഡിയോകളിൽ മാത്രം കണ്ടുപരിചയമുള്ളൊരു മുഖത്തെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഫോറസ്റ്റുകാർ എല്ലാവരെയും നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കാണാൻ അവസരം കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണേലും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പുള്ളി നേരത്തെ ഇവിടെ ഒരു പന മറിച്ചിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണേലും ഗണപതിയുടെ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ നിന്നും പോകാൻ തോന്നില്ല കേട്ടോ. പക്ഷേ ഫോറസ്റ്റുകാർ അവനെ താഴേക്ക് ഓടിച്ചു വിടാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. കാര്യം ഒരുപാട് ആൾക്കാർ വട്ടം കൂടിയേ. എന്താണേലും പുള്ളി അതൊന്നും കൂസാക്കാതെ നിന്ന് കഴിക്കുവാണ്. പക്ഷേ ഇനി നമുക്ക് അധികം സമയം നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം തന്നെ ലൈറ്റ് പോയി തുടങ്ങി. എത്രയും പെട്ടെന്ന് നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തണം. വൈകുന്നേരം 6 മണി വരെയാണ് വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടത്തില്ല. ഇന്ന് നമ്മൾ നേരെ വാൽപ്പാറയ്ക്ക് പോകുന്നില്ല. KSEBയുടെ പെരിങ്ങൽകുത്ത് IBയിൽ സ്റ്റേ എടുക്കുവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് പെരിങ്ങൽകുത്ത് ഡാമിനോട് ചേർന്നുള്ളൊരു IBയാണ്. KSEBയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ എടുത്തിട്ടാണ് നേരെ പിറ്റേ ദിവസം വാൽപ്പാറയ്ക്ക് പോകുന്നത്. ചാർപ്പ വാട്ടർഫാൾ വളരെ ആക്റ്റീവാണ്. നോക്കി എത്ര ശക്തമായിട്ടാണ് വെള്ളം ഒഴുകുന്നത് എന്നുള്ളത്. അതാണ്ട് അടുത്ത മഴ വന്നു കേട്ടോ. 5 മിനിറ്റ് തോർച്ച കണ്ടാൽ അരമണിക്കൂർ മഴയുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കാലാവസ്ഥ മുമ്പോട്ട് പോകുന്നത്. എന്താണേലും ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് എത്താറായി. ഇനി ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ വാഴച്ചാൽ പുളിയിലപ്പാറയില്ലേ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്താണ് കേട്ടോ പെരിങ്ങൽകുത്ത് IBയിലേക്ക് പോകുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് പെരിങ്ങൽകുത്ത് ഡാമൊക്കെ വരുന്നത്.
ആദ്യമായിട്ടാണ് ഈ ഒരു ഐ ബിയിലേക്ക് പോകുന്നത്. പുളിയലപ്പാറയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ ഡീവിയേറ്റ് ചെയ്ത് സഞ്ചരിച്ച് വേണം ഐ ബിയിൽ എത്താനായിട്ട്. ചെറിയ റോഡാണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നേരെ പുളിയലപ്പാറയിലെത്തി ഡീവിയേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറി പോവുകയാണേ. അതുകൊണ്ട് ഒരു വണ്ടിക്ക് പോകാൻ മാത്രമുള്ള റോഡാണ്. 2 സൈഡിലും ഫെൻസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആനിമൽ പ്രസൻസ് ഈ ഫെൻസിങ്ങിന് സൈഡ് ഭാഗങ്ങളിലായിട്ട് കാണും. നല്ല ഇരുട്ടാണ്, നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഐ ബിയിൽ വേറെ ആൾക്കാരിന്ന് സ്റ്റേ ഉണ്ടേ. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണേലും ഇതിലേ ഉള്ളൊരു യാത്ര ശരിക്കും നമ്മളെ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. കാര്യം അത്രയ്ക്ക് ഇടുങ്ങിയ സ്ഥലം, പിന്നെ ആകെ ധൈര്യമുള്ളത് ഫെൻസിങ് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ KCBയുടെ സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ലൈറ്റുകളുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ടേക്കുള്ള റോഡ് വിസിബിളാണ്. ഡിസ്ട്രിക്ട് ജഡ്ജി ജില്ലാ ജഡ്ജി വന്നിട്ടുണ്ട്. വളരെ സൈലൻ്റായിട്ടിരിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഐ ബിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റായി. നല്ല ഹെവി ആംബിയൻസിലാണ് കേട്ടോ ഈ ഒരു പ്ലേസ് ഉള്ളത്. പക്ക ഫോറസ്റ്റിനകത്ത്. പിന്നെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ സ്റ്റേ. അങ്ങനെ നമ്മുടെ റൂമൊക്കെ സെറ്റായി, ലഗേജൊക്കെ വെച്ചു. ഇനി നമ്മുടെ ഡിന്നർ ടൈമാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ എന്ത് മേടിച്ചുകൊണ്ട് വന്നാലും അവർ കുക്ക് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. പതിയെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുക. രാവിലെ നമുക്ക് സറൗണ്ട്സൊക്കെ കാണാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം രാത്രി നല്ല മഴയാണ്. പുറത്തേക്കൊന്നും ഇറങ്ങി നമുക്ക് കാഴ്ചകളൊന്നും കാണാനില്ല. അപ്പം നമുക്ക് രാവിലെ ചെറിയൊരു ട്രിപ്പ് പോകാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാവേ. അപ്പം ശരി, എന്നാൽ ഫുഡും കഴിച്ചിട്ട് നമുക്ക് നേരെ കിടക്കാം. രാവിലെ ചെറിയൊരു സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഐ ബിയിൽ വന്നേ. നല്ല രീതിയിൽ മിസ്റ്റൊക്കെ കേട്ടോ. എന്താ രസം നോക്കി. അന്യായ ഒരു ആംബിയൻസിലാണ് കേട്ടോ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അടിപൊളിയാണ്. നല്ല മഴയാണ് കേട്ടോ. ഈ ഒരു ഐ ബിയുടെ ഫ്രണ്ടിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അപാര കാഴ്ചയാണ്. താഴെ നമുക്ക് പെരിങ്ങൽകുത്ത് ഡാം കാണാം. നോക്കി എന്നെ സീനാ നോക്കി. ഓറെ കണ്ടോ, കോട എങ്ങനെ മാറിപ്പറന്ന് പോകുന്നുണ്ടോ. രക്ഷയില്ലാത്ത സീന. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഐ ബിയുടെ ഇൻസൈഡ്. ഇതിൻ്റെ ഫ്ലോറൊക്കെ പക്ക തടിയാണ്. എനിക്ക് ഇവിടെ പിന്നെ കൂടുതലും ഡോർമെറ്ററി ഉള്ള റൂംസ് ഉണ്ട്, അല്ലാത്ത റൂംസും ഉണ്ട് കേട്ടോ. ഇതല്ല നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളുണ്ട്. ഒപ്പം തന്നെ അടുക്കളയോട് ചേർന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫുഡൊന്നും നമുക്ക് ഈ പാക്കേജിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ല, സെപ്പറേറ്റ് പൈസ കൊടുത്ത്
നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത് പുട്ടും കടലക്കറിയുമാണ്. ചേട്ടന്മാരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് നമ്മൾ അടുക്കളയോട് ചേർന്നിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് വാൽപ്പാറയ്ക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പെരിങ്ങൽകുത്ത് ഐബിയോട് വിട പറയുകയാണ്. പുതിയൊരു സ്ഥലം കൂടെ കവർ ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അധികം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല എങ്കിലും ഇവിടെ വന്ന് ഒരു ദിവസം ഫ്രീ മൈൻഡോടെ ഇരിക്കാൻ പറ്റും കേട്ടോ. നല്ല ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ, മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് എന്താണെങ്കിലും അടിപൊളിയായി. അങ്ങനെ നമ്മൾ നേരെ ഈ ഒരു കാഴ്ചകളുടെ ഭംഗി കൂടുതൽ ആസ്വദിക്കാനായിട്ട് വാൽപ്പാറയ്ക്ക് പോവുകയാണ് കേട്ടോ. മഴയുള്ള സമയത്ത് വാൽപ്പാറ ചെന്നാൽ എന്താവും അവസ്ഥയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രയോ തവണ നമ്മളിൽ പലരും വാൽപ്പാറയിലേക്ക് മഴക്കാലത്ത് പോയിട്ടുണ്ടാകും അല്ലേ. മഴയും മഞ്ഞും പച്ചപ്പും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ വാൽപ്പാറ. പക്ഷേ ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വാൽപ്പാറയിലെ മെയിൻ സ്ഥലങ്ങളിലൊന്നും കവർ ചെയ്യുന്നില്ല. നമുക്കിനി കവർ ചെയ്യാൻ അധികം സമയവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഉള്ള സമയം കൊണ്ട് നമ്മൾ വാൽപ്പാറയിൽ കൂടെ കാണുന്ന ചെറിയ ഇടവഴികളിലൂടെയൊക്കെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ഥലമോ വഴിയോ കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല, കാണുന്ന വഴി പോകാനാണ് കേട്ടോ പ്ലാന്. എന്താണേലും നേരെ നമ്മൾ പോവുകയാണ്. കരിങ്കുരങ്ങുകൾ, ആ ഒരു മരത്തിൽ ഒരു കൂട്ടം കരിങ്കുരങ്ങുകളുണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള സൈറ്റിങ്സ് ഒന്നും കിട്ടുന്നില്ല, ചെറിയ ചെറിയ സൈറ്റിങ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണേലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ലൈറ്റിങ്ങിൽ കരിങ്കുരങ്ങുകളെയും മലയെണ്ണാനെയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവന്മാരുടെ ഈ ആക്ടിവിറ്റീസ് കണ്ടിരിക്കാൻ ഒരു രസമാണ് കേട്ടോ. ഓക്കെ, മരത്തിൻ്റെ ഓരോ ചില്ലകളിലായിട്ട് മാറി മാറി ഇരിക്കുവാണ്. നോക്കി കാടിനകത്ത് കോട കയറി കിടക്കണേ. മുമ്പോ എന്നാ സ്റ്റൈലാണ് നോക്കി. മഴവില്ലുണ്ടോ? ആ അടിപൊളി. മഴവില്ലിൻ്റെ ബാക്കിനുള്ളിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അങ്ങ് മാഞ്ഞു പോയല്ലോ. ഒരൊറ്റ സെക്കൻഡ് നേരത്തേക്ക് വന്നിട്ട് അതങ്ങ് പോയി കേട്ടോ മഴവില്ല്. ഒരു കാട്ടുകോഴി മഴ നനഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. തണുത്ത് വിറച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. പൂവനാണ്, പക്ഷെ നല്ല സൈസ് ഉണ്ടല്ലേ. ഒരു പിടക്കോഴിയുടെ സൈസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ കാടൊക്കെ താണ്ടി മലക്കപ്പാറയിലെത്തിയപ്പം കാണുന്ന കാഴ്ച ഇതാണ്. എന്ത് വൈബാണല്ലേ. കോടയിൽ മുങ്ങി നിൽക്കുകയാണ് മലക്കപ്പാറ. നോക്കി ആളുകളൊക്കെ കോടയിൽ കൂടി നടന്നു വരുന്നതാണ്. തൊട്ടടുത്തെത്തുമ്പോഴാണ് കേട്ടോ കാണുന്നത്. അതുപോലെ കോട കയറി നിൽക്കുകയാണ്. ആ പൊളി. ഇനി അങ്ങോട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ്. ഷോളയാറും അപ്പർ ഷോളയാറും ഒക്കെ കടന്ന് നേരെ വാൽപ്പാറയിലേക്ക്. കേരളം വിട്ടാൽ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടാകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്താണേലും മഴയും മഞ്ഞുമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതല്ലേ, നേരെ വാൽപ്പാറയിലേക്ക് പോകാം. മലമുഴക്കി ഇരിക്കുന്നതുണ്ടോ. വാൽപ്പാറ റൂട്ടുകളിലെ സ്ഥിര സാന്നിധ്യമാണ്. ഏതെങ്കിലുമൊക്കെ മരത്തേലായിട്ട് നമുക്കിവയെ കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ നല്ല കൂട്ടമായിട്ട് കാണാൻ പറ്റുമേ. ഇതിപ്പം 6 പേരോളം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ തൊട്ടടുത്ത് നിന്ന ചേട്ടൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് 2 പേരെ കാണാൻ പറ്റുള്ളൂ. ഒരാൾ പറന്നു പോവുകയും ചെയ്തേ. എന്താണേലും പ്രതീക്ഷിച്ച് വന്നതാണ്, കാണാൻ പറ്റി കേട്ടോ. ഓക്കെ, എന്ത് രസമല്ലേ ഇവയെ കാണാനായിട്ട്. പറക്കുന്നതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. നല്ല ദൂരത്തിലാണ് കേട്ടോ കിട്ടിയത്, തൊട്ടടുത്തല്ല.
എന്താണേലും നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റി, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അടിപൊളി. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് വാൽപ്പാറ മെയിൻ റൂട്ടിലൂടെയല്ല, നമ്മൾ പോകുന്ന വഴി കാണുന്ന ഇടറൂട്ടുകളിലൂടെയൊക്കെ കയറി പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോളയാർ ഡാമിനോട് ചേർന്ന് ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൂടുള്ള വഴി കൂടെയാണ് കേട്ടോ. ഈ ഒരു വഴി എങ്ങോട്ടേക്കാണ്, എവിടെ ചെന്ന് ചേരും എന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമ്മൾ യാത്ര തുടരുവാണ്. എന്താണെങ്കിലും ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോയി എന്തെങ്കിലും കാണാൻ പറ്റുമോ? ആനിമൽസ് ഒന്നുമില്ലല്ലേ? ആ കാട്ടുപോത്ത് ഇപ്പടെന്ന് പറഞ്ഞു ഇല്ലല്ലേ? ജീവനില്ല. ആ ഓക്കെ. ഇതെവിടം വരെ ഉണ്ട്? വഴി എവിടം വരെ ഉണ്ട്? അങ്ങനെ വഴി കണ്ടവരോടൊക്കെ ചോദിച്ചാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. അപാര ദൃശ്യഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ട് ഇറങ്ങി കാണിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ഒരു റൂട്ടിൽ വാൽപ്പാറ വരുമ്പോൾ പോയിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും പോയി നോക്കുക കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആനിമൽ സൈറ്റിംഗ് ഒക്കെ വിരളമാണ്, പക്ഷേ കാഴ്ച ഭംഗി അതിഭയങ്കരമാണ് കേട്ടോ. നല്ല രസമുള്ള റൂട്ടാണ്. ശരിക്കും മഴയാണേലും ഇതുവഴിയുള്ള യാത്ര ഹെവിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് വാൽപ്പാറ റൂട്ട് വന്നിട്ട് ഈ റൂട്ടിലേക്ക് കയറി വരുന്നത്. നമ്മൾ നേരത്തെ ഇത് വഴി കണ്ടിട്ടുണ്ട്, നമ്മൾ പോകുമ്പോഴത്തേന് മെയിൻ റൂട്ടിൽ നിന്ന് തിരിഞ്ഞ് പോരുന്ന വഴിയാണ്. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് പോരാൻ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടൈം വന്നപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നല്ല മഴയും കൂടെയും, അതുകൊണ്ട് ഇറങ്ങിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഡ്രൈവ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. 2 മയിലുകൾ ഇരിക്കുന്നത് കേട്ടോ. മഴയത്ത് നനഞ്ഞൊട്ടിയാണ് കേട്ടോ പാവങ്ങളിരിക്കുന്നത്. ആൺമയിലും പെൺമയിലുമാണേ. പൊളി. ഈ ഒരു സീൻ നോക്കി, ഒരു കുരങ്ങൻ മഴ നനയാതിരിക്കാൻ ഇലകൾക്കിടയിലേക്ക് കയറിയിരിക്കുന്നതാണ് കേട്ടോ. പാവം, പെരും മഴയാണ്, എന്ത് ചെയ്യാനാണ്. അതിൻ്റെ ഇടയ്ക്കാണ്. മഴ നനഞ്ഞൊരു പരന്നിരിക്കുന്ന കണ്ടോ. എന്നെ ഫ്രെയിമിലല്ല ഇരിക്കുന്നത്, രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കുറച്ചുകൂടെ അടുത്ത് കണ്ടപ്പോഴത്തേന് അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി അല്ലേ. കിടും. ഫൈനലി നമുക്കിതാ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഒരു മലമുകളിൽ മേയുവാണ്, റോഡിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. നോക്കി, മഴയത്ത് അവരങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണല്ലേ. ആനയും കാട്ടുപോത്തിനെ നോക്കിയായിരുന്നു കേട്ടോ വന്നിരുന്നത്. എന്താണേലും കാട്ടുപോത്തിൻ്റെ ആദ്യത്തെ കൂട്ടത്തെ നമുക്കിതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോക്കി, എന്ത് ഭംഗിയല്ലേ. നല്ല പച്ചപ്പിൻ്റെ അകത്ത് നല്ല കരിവീരന്മാർ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ.
ഈ ഒരു വിഷ്വലൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്നാണ് കേട്ടോ എടുക്കുന്നത്. മഴ നനഞ്ഞു നിന്നാണ് എടുക്കുന്നത് വേണമെങ്കിൽ പറയാം. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. എന്താണേലും യാത്ര അടിപൊളിയാണ്. നോക്കിയേ, ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെട്ട് തുടങ്ങിയ കാര്യം. അതുപോലെ മഴയാണ് രാവിലെ തൊട്ടല്ല, ഇന്നലെ തൊട്ട് മഴയാണ്. എന്താണേലും ആ മഴയിലൂടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടു നടക്കാനൊരു രസം തന്നെയാണ് കേട്ടോ. എന്താണ്ടേ വേറൊരുത്തൻ മഴയും നനഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന വൈൽഡ് ആനിമൽസിലൊന്നാണ് കേട്ടോ ഇന്ത്യൻ വൈൽഡ് ഗവർ, കാട്ടുപോത്തുകൾ. ഇവൻ ഒറ്റയനാണ്. കൂട്ടമായിട്ടും ഒറ്റയായിട്ടും ഒക്കെ ഒരുപാട് നമുക്കിവരെ കാണുവാൻ സാധിക്കും. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ ദാ ഈ ഒരു വിഷ്വൽ നമുക്ക് കാണാൻ പറ്റി. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കാട്ടുപോത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ റോഡിങ്ങനെ വളഞ്ഞ് വന്നപ്പോൾ അവൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയെന്നുള്ളതേ ഉള്ളൂ. നോക്കിയേ, നിൽപ്പ് കണ്ടോ, രാജകീയമായിട്ടുള്ളൊരു നിൽപ്പല്ലേ. എന്താണേലും ഈ ഒരു വഴിയുള്ള യാത്ര ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പം ഇതുപോലുള്ള മഴ സമയത്ത് ഒരിക്കലെങ്കിലും വരിക. അതുപോലെ തന്നെ മെയിൻ റോഡൊക്കെ വിട്ട് ഇതുപോലുള്ള ഇടവഴികളിൽ കൂടെ കയറി പോവുക. നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാൻ കിട്ടും. തേയിലത്തോട്ടത്തിൽ മ്ലാവുകൾ നിൽക്കുന്നതുണ്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്കിതേ ഒരു സീൻ കിട്ടിയിരുന്നു കേട്ടോ. അത് സെയിം പ്ലേസിലാണ്. എന്താണേലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇതുണ്ടോ, തൊട്ടടുത്തവയെ കാണുമ്പോഴത്തേന് എന്ത് രസമല്ലേ. മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഇത്രയും നേരം പുറത്ത് നിൽക്കുമായിരുന്നു, പതിയെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരെ കാറിനുള്ളിലേക്ക് പോകേണ്ടി വരും. നോക്കിയേ, മഴ ശക്തമായി തുടങ്ങി. എന്ത് രസമല്ലേ, വളരെ ക്യൂട്ടായിട്ട് അവർ നിൽക്കുന്നുണ്ടോ. നോക്കി നിൽക്കെ മഴയുടെ ശക്തി കൂടി കേട്ടോ. നോക്കിയേ, എത്ര ശക്തമായിട്ടാണ് മഴ പെയ്യുന്നത് എന്നുള്ളത്. അധിക സമയമൊന്നും പെയ്യില്ല, കുറച്ച് സമയമേ പെയ്യത്തുള്ളൂ. പിന്നെ തുള്ളി നിൽക്കും. പിന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മഴ ഇല്ലാതെ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും മഴ തുടങ്ങും. ഇന്നലെ തൊട്ട് സെയിം അവസ്ഥയിലാണ് കേട്ടോ മുമ്പോട്ട് പോകുന്നത്. എന്താണേലും കൊള്ളാം. ഇപ്പറേ മാറി ഒരു കാട്ടുപോത്തും ഉണ്ട് കേട്ടോ, മഴ നനഞ്ഞ്. മുമ്പേ കണ്ട ഒറ്റയാനെ പോലെ തന്നെ വേറൊരു ഒറ്റയാനാണ്. തേയിലത്തോട്ടങ്ങൾക്ക് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. എന്താ നിപ്പല്ലേ. അങ്ങനെ മഴയുടെ ശക്തിയൊക്കെ കൂടി വന്നപ്പോഴത്തേന് വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞാണ് കേട്ടോ പോകുന്നത്. എവിടെയെങ്കിലും ഉരുള് പൊട്ടുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്താണേലും നമ്മൾ ഇടവഴിയൊക്കെ താണ്ടി അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. മഴയത്ത് തമിഴ്നാടിൻ്റെ ബസ് കയറി വരുന്ന വരവുണ്ടോ. എന്ത് ഭംഗിയുള്ള കാഴ്ചയല്ലേ. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് വാൽപ്പാറ റൂട്ടുകളിൽ കാണാൻ പറ്റും. കുറച്ച് സമയം നമുക്കൊന്ന് മഴ മാറി കിട്ടിയിരുന്നെങ്കിൽ ഇവിടേക്ക് ഇറങ്ങി നല്ല നല്ല വിഷ്വൽ എടുത്തിട്ട് പോകാമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്നുള്ള യാത്രകൾ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയായി. കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം നിന്ന് മെയിനുണ്ട്. ഇത് കണ്ട കാട്ടുപോത്തി കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടോ. അപ്പുറത്തൊക്കെ നിൽക്കണം. പിന്നെ മഴയുടെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. മെയിലിൻ്റെ ഒക്കെ സൈസ് കണ്ടോ, തിന്ന് മതിച്ചങ്ങനെ നടക്കുന്ന ടീംസാണ് കേട്ടോ. ഒരു കൂട്ടം കാട്ടുപോത്തുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. വാൽപ്പാറയിലെ ഇടവഴികളിൽ കൂടെയുള്ള യാത്ര എന്താണേലും അതിമനോഹരമാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ നമുക്കിനി അധികം സമയമില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദൂരങ്ങൾ മാത്രമേ താണ്ടിയുള്ളൂ. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി വരുന്നതാണ്. അന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്കിതുപോലുള്ള ഇടറൂട്ടുകളൊക്കെ കറങ്ങി കാഴ്ചകൾ കാണാനായിട്ട് പോകണം. ഇനി നമുക്ക് അധികം സമയമില്ല. കാര്യം 6 മണിക്ക് മുമ്പ് തിരിച്ച് മലക്കപ്പാറ എത്തി ചെക്ക് പോസ്റ്റ് കടന്നാൽ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണേ. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാനായിട്ട് തോന്നുന്നതേ ഇല്ല. എത്രമാത്രം കാഴ്ചകളാണെന്നറിയാമോ. അവന്മാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നു.
എൻ്റെ സൈഡിൽ ഇത് ഉണ്ട്. ഇത് മൊത്തം വെള്ളമാണ് കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളമായിരിക്കും. ആഹാ, വാൾപ്പാറയില യാത്ര എന്തുവാലും നഷ്ടമായി കേട്ടോ. എന്നല്ലേ അഞ്ചുമണിയായേ. എൻ്റെ പൊന്നെ തൊട്ടടുത്ത് കാട്ടുപോത്ത്. കേട്ടോ ഇതുണ്ട്, അത് അടിപൊളി കാറ്റ് പോയി പഠിക്കാൻ നിൽക്കണം. റോഡ് സൈഡിൽ റോഡ് സൈഡിൽ നിൽക്കുക. ഇതിലാ സാധനം. ഇടയ്ക്കുന്ന ചെറുതായിട്ട് വഴി തെറ്റി. അപ്പോഴാണ് കേട്ടോ അതാ ഈ അടാറ് സാധനത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് പെട്ടത്. എന്താണേലും വഴി തെറ്റിയത് നന്നായി കേട്ടോ. തൊട്ടടുത്താണ് അവനെ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഈ ലോറിക്കാരൻ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തന്നു. പുള്ളിയുടെ പുറകെ പോകുന്നോളാം പറഞ്ഞു. അങ്ങനെ നമ്മളിതാ പുള്ളിയുടെ പുറകെ പോവാണ് കേട്ടോ. ഇവിടുത്തെ റോഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത കണ്ടോ. ഒരു വണ്ടിക്ക് പോകാനുള്ള കറക്റ്റ് സ്ഥലമേ ഉള്ളേ. അതുപോലെ ചെറിയ റോഡുകളാണ്. ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഒപ്പം ഉള്ളത് നമ്മുടെ ഉണ്ണിയാണ്. സീത ട്രാവൽ ചാനൽ മുതലാളിയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ IB ഒക്കെ സ്ഥിരം ബുക്ക് ചെയ്യുന്ന സബിൻ ചേട്ടൻ, പിന്നെ സജീഷ് ചേട്ടൻ. അങ്ങനെ 3 പേരോടൊപ്പം ദാ നമ്മുടെ വിപിൻ ചേട്ടനുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം ഞങ്ങൾ 5 പേരാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പോയത്. അങ്ങനെ ദാ നമ്മൾ തിരിച്ച് മലക്കപ്പാറ എത്തി നമ്മുടെ നാട്ടിലേക്ക് പോരുവാണ്. നമ്മൾ അങ്ങോട്ട് പോയ അതേ അവസ്ഥയിലാണ് കേട്ടോ മലക്കപ്പാറ ഇപ്പോഴും കിടക്കുന്നത്. നോക്കി, മഞ്ഞിൽ മൂടി അങ്ങനെ കിടക്കുവാണ്. എന്തൊരു കാഴ്ചയല്ലേ അത്. അങ്ങനെ വാൽപ്പാറയിലെ അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരുവാണ് കേട്ടോ. ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നമ്മൾ വാഴച്ചാൽ ഷോളയാർ കാടിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പുളിയലപ്പാറ എത്തിയപ്പോഴത്തേന് 2 മ്ലാവുകളെ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. അത് വേസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പുളിയലപ്പാറ ഓൾറെഡി 2 മ്ലാവുകളുള്ളതാണ്. ഇതല്ല കേട്ടോ, ഇത് വളരെ ചെറിയ മ്ലാവുകളാണ്. പുതിയതായിട്ട് റോഡിലേക്ക് കയറി വരുന്ന ആളുകളാവും. മറ്റൊരു മ്ലാവും കൂട്ടം റോഡിന് ക്രോസ് വെച്ച് പോകുന്നതുണ്ടോ. ഇത് കാഴ്ചയല്ലേ. അപ്പം വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എന്താണേലും മനസ്സില്ലാ മനസ്സോടാണ് ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വാൽപ്പാറയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലസ് ടീം സൈനിങ് ഓഫ്.